നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ ഏറ്റവും ചെറിയ ആക്രമണം പോലും അവർക്ക് വലിയ വിനാശം വരുത്തി തീർക്കുമെന്ന് ഇറാൻ പ്രസിഡന്റിന്റെ ഭീഷണി. അനങ്ങിയാൽ തീർത്തു കളയുമെന്നാണ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ അവർ മുൻപൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുറം ലോകം അറിയാത്ത ആയുധങ്ങൾ ഉൾപ്പെടെ ഇതിനായി വിന്യസിക്കുമെന്നും ഭീഷണി മുഴക്കി. ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ ആയുധ കരുത്ത് തകർത്തിരിക്കുമെന്ന് ഇസ്രയേലിന്റെ മറുപടി. ഇറാനെ പോലെ ഒളിഞ്ഞു നിന്നല്ല, മടയിൽ കയറി അടിച്ചിരിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തു. പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധ ഭീഷണി നിലനിൽക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഭീഷണിയുടെ സ്വരം കടുപ്പിച്ചിരിക്കുന്നത്. തക്ക മറുപടി ഉടനുണ്ടെന്ന് ജൂതപ്പടയും തിരിച്ചടിച്ചു. രാജ്യത്തെ വാർഷിക സൈനിക പരേഡിനെ അഭിസംബോധന ചെയ്യവെയാണ് ഇബ്രാഹിം റൈസി ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ലോകം തയ്യാറെടുക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും അതിനുള്ള ആഹ്വാനങ്ങളുണ്ട്. ഇസ്രയേൽ സന്ദർശിച്ച UK വിദേശകാര്യമന്ത്രിയും കഴിഞ്ഞ ദിവസം അത്തരമൊരു പ്രതികാര നടപടിയാണ് സൂചിപ്പിച്ചതും. ഈ പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിം റൈസിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാൻ വലിയ ഒരു ആക്രമണത്തിന് തുനിയുന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ ഒന്നും അവശേഷിക്കില്ല എന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞു. ഇസ്രയേലിന്റെ ഏത് തിരിച്ചടിക്കും വേഗത്തിലുള്ള മറുപടി നൽകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരും പ്രഖ്യാപിച്ചു. സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ അവരുടെ ശക്തിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന സമയം വരുമെന്നും ഇറാനിയൻ പ്രസിഡന്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസ്താവിച്ചു. ക്രിമിനൽ ഭരണകൂടവുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിച്ച രാജ്യങ്ങൾ ഇന്ന് അവരുടെ ജനതയ്ക്ക് മുന്നിൽ ലജ്ജിക്കുന്ന കാഴ്ചയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇസ്രയേൽ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ തിരിച്ചടി ഭയന്ന് ചെങ്കടലിൽ ഇറാൻ വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. സ്വന്തം വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് അകമ്പടിയായി ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുമെന്ന് ഇറാന്റെ നാവിക കമാൻഡർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. റൈസിക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഇസ്രയേൽ തൊട്ടടുത്ത നിമിഷം തന്നെ രംഗത്ത് വന്നു. ഇറാനെതിരായ തിരിച്ചടിക്കായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ് കാത്തിരിക്കുകയാണെന്ന് ഇസ്രയേൽ സൈനിക തലവൻ പറഞ്ഞു. ഇസ്രയേലി സൈനിക മേധാവി ഹെർസി ഹലേവിയാണ് ഇറാനെ പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. രാജ്യം ഈ വിഷയത്തിൽ അടുത്ത ഘട്ട നടപടികൾ പരിഗണിക്കുകയാണെന്നും ഏപ്രിൽ 13 നടന്ന ഇറാനിയൻ ആക്രമണത്തിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിച്ച ഇറാൻ രാഷ്ട്രീയകാര്യ ഉപവിദേശകാര്യ മന്ത്രി അലി ബഗേരി ഖാൻ ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ മറുപടി സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിരന്തരം വെല്ലുവിളിയുമായി ഇറാൻ രംഗത്ത് വന്നതോടെ ബെഞ്ചമിൻ നെതന്യാഹു വാർ ക്യാബിനറ്റ് 2ാം തവണയും വിളിച്ചു ചേർത്തു. US ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇസ്രയേൽ നിരന്തരം ബന്ധം പുലർത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇസ്രയേലിലെ ചാനൽ 12 പറയുന്നത് അനുസരിച്ച് വാർ ക്യാബിനറ്റ് യോഗത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് സൂചന. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തോട് തിരിച്ചടിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള വഴികൾ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ചർച്ചയായി എന്നാണ് വിവരം.